വയനാട് സംബന്ധിച്ച ഹൈക്കോടതി പരാമർശം ഭയങ്കര സ്വാഗതാർഹമാണ്. കഴിഞ്ഞ ഒരു വർഷമായി നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ലോൺ വേവ് ചെയ്യണമെന്നാണ്. കാരണം നമുക്കറിയാം, ആ കുടുംബങ്ങളിൽ ഹൗസിംഗ് ലോണുണ്ട്, വീട് നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെയാണ് ഹൗസിംഗ് ലോൺ അടയ്ക്കുന്നത്? കുട്ടികൾ പഠിക്കുകയാണ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ. അവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവരടയ്ക്കും? വെഹിക്കിൾ ലോണുണ്ട്, വെഹിക്കിളൊക്കെ പോയി. പലതരത്തിലുള്ള ലോണുണ്ട്. ഒരു വരുമാനവും ഇല്ലാത്ത ആ പാവങ്ങളെ ഇത്തരം ഘട്ടങ്ങളിൽ വരുമ്പോഴല്ലേ ലോൺ വേവർ എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പാക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നമ്മളിവിടെ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കി അയച്ചു. ഈ കാര്യത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ, ഹിമാചലിലോ ഗുജറാത്തിലോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലെ കേരളത്തിൽ ആ തീരുമാനം എടുത്തില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അത് അവർ അർഹതപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് അതിൻ്റെ അത് ഓരോ കുടുംബത്തിലെയും പ്രയാസങ്ങൾ അറിയാവുന്നവരാണ്. അവരെല്ലാം സങ്കടങ്ങളാണ് പലതരത്തിൽ. പല സംഘടനകളെ കൊണ്ടും പല ബാങ്കിലും എല്ലാം നമ്മളെല്ലാവരും വിളിച്ചിട്ടാണ് പല കടങ്ങളും എന്ത് റിക്കവർ ചെയ്യാനാണ് അവരൊന്ന്. ബാങ്കുകളും ഒക്കെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അത് ഒരു പൊതുവായ തീരുമാനമെടുക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് തെറ്റായ കാര്യം തന്നെയാണ്. അത് ഞങ്ങളെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന അല്ല, ഞാൻ പറഞ്ഞത് ഇവരൊക്കെ അത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളെടുത്ത നിലപാടെന്താ? ഞങ്ങളതിന് പൂർണ്ണമായ പിന്തുണ നൽകി എല്ലാ കാര്യത്തിലും. അപ്പോൾ ഞങ്ങൾ 100 വീടുകൾ ഞങ്ങൾ ഓഫർ ചെയ്തു. 100 വീട് മുസ്ലിം ലീഗ് കൊടുത്തു. കർണാടക ഗവൺമെൻറ് 100 വീട് കൊടുത്തു. അപ്പോൾ തന്നെ ഈ 400-450 വീട് പണിതാൽ മതി. 300 വീട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ 300 വീടോളം ഉണ്ടായി. ഇപ്പോൾ ലീഗിൻ്റെ സ്ഥലം മേടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. കർണാടക ഗവൺമെൻറ്റിൻ്റെ പണം കൈമാറി. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അവിടെ സ്ഥലം കിട്ടാൻ പാടായതുകൊണ്ട് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ അത് കഴിഞ്ഞാൽ ഞങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി അവരിലേക്ക് മാറും. അപ്പോൾ 400-450 വീട് ആവശ്യമുള്ളിടത്ത് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ മുൻകൈയെടുത്ത്, ലീഗും കോൺഗ്രസും മുൻകൈയെടുത്തിട്ട് തന്നെ ഏകദേശം 300ഓളം വീട് ഞങ്ങൾ പരമാവധി സഹായിക്കുകയാണ്. അവിടുത്തെ MLAയുടെ നേതൃത്വത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിലൊന്നും നമ്മൾ രാഷ്ട്രീയം കലർത്താറില്ല. ഞങ്ങൾ ആദ്യം മുതൽ എടുത്ത് ഗവൺമെൻറ് വേഗത ഒന്ന് കുറയ്ക്കുമ്പോൾ ഞങ്ങളൊന്ന് ഗവൺമെൻറ്റിൻ്റെ മീതെ സമ്മർദ്ദം ചെലുത്തും. ഗവൺമെൻറ് വേഗത്തിലാക്കുക, അത് ഞങ്ങളുടെ ജോലിയാണല്ലോ. അല്ലാതെ ആ കാര്യത്തിലെല്ലാം ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ ചികിത്സാ ചെലവ് കൊടുക്കാതിരുന്നപ്പോൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. നിയമസഭയിൽ ചികിത്സയുടെ ചെലവ് കൊടുക്കണം. പിന്നെ സർക്കാരിൻ്റെ കയ്യിലും പൈസയുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ. ആ പണവും ചിലവാക്കണം. അത് ചിലവാക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും. അല്ലാതെ ആ വിഷയത്തിൽ അവരുടെ കൂടെയാണ് ഞങ്ങളെടുത്തിരിക്കുന്ന സത്യസന്ധമായ നിലപാടാണ്. ഇതെല്ലാം കടകംപള്ളി തന്നെ തീരുമാനിച്ചാല. ഇതിൻ്റെ അകത്ത് എന്താ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് എന്താ? ഇവിടെ നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോയത് ഫേക്കായിട്ട് മോൾഡ് ചെയ്ത ചെമ്പാണ്. അവിടുത്തെ ദ്വാരപാലക ശില്പമല്ല. ഇവിടുത്തെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം മദ്രാസിലേക്ക് അല്ല കൊണ്ടുപോയത്. മോൾഡ് ചെയ്ത് ഫേക്കായിട്ട് വ്യാജമായി മോൾഡ് ചെയ്ത് അതിനാണ് 40 ദിവസം നിന്നത്. ഇതൊക്കെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ്, അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പം 40 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത്. ആ സാധനം അല്ല എത്തുന്നത്. ഹൈക്കോടതി പറയാതെ ഞങ്ങളുടെ ഊഹമായിരുന്നു ആദ്യം. ഇപ്പം അത് ശരിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കൊണ്ടുപോയത് വേറെ വ്യാജനാണ്. അപ്പോൾ ഈ സാധനം വലിയൊരു പർച്ചേസർക്ക് വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വലിയ തുകയ്ക്ക് വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതോ കോടീശ്വരൻ്റെ കയ്യിലാണ് ഈ സാധനം. അല്ല കേക്ക് ആണല്ലോ. ദേവസ്വം മന്ത്രിയായി യാതൊരു ഉത്തരവാദിത്തമില്ല ഇതിൻ്റെ അകത്ത്. മാത്രമല്ല വേറൊരു കണ്ടുപിടുത്തം കൂടിയുണ്ട്. ദേവസ്വം ബോർഡിനും ഇതറിയാമായിരുന്നു. അല്ല ആണല്ലോ, പറഞ്ഞല്ലോ, കോടതി പറഞ്ഞല്ലോ. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരാൾ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വത്തിൽ നിന്നും അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം വിറ്റു എന്നറിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് എന്തുകൊണ്ടൊരു ക്രിമിനൽ നടപടി എടുത്തില്ല? ഇവരെല്ലാം കൂടി അത് മൂടി വെച്ചിട്ട് ഇതെല്ലാവർക്കും അറിയാം. 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചേക്കുക. അവിടുത്തെ കഥവ് കൊണ്ടുപോയി, കട്ടള കൊണ്ടുപോയി, ദ്വാരപാലക ശില്പം കൊണ്ടുപോയി. ഇനി അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. ക്ഷണിച്ചേക്കുവാണ് ഇയാളെ വീണ്ടും. അതെന്തിനു ഞാനെന്തിനാ പുറത്തു വിടണേ?
അതല്ല അന്വേഷണം നടക്കുന്നത്. ഞാനല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. ഞാൻ കോടതി വിധിയാണ് പറഞ്ഞത്. കോടതി വിധി നിങ്ങൾ വായിച്ചില്ലേ? ഞാൻ കോടതി വിധിയാണ് പറഞ്ഞത്. ഇയാളുടെ കാലത്ത് ഇയാൾക്ക് ഉത്തരവാദിത്തമില്ലേ? ആ വാങ്ങിച്ചെന്നാണ്. അല്ല നിങ്ങൾ വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞല്ലോ, എ പർച്ചേസർ ടു എ പർച്ചേസർ സോൾഡ് ടു എ പർച്ചേസർ വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിങ്ങൾ നോക്ക്. അല്ല പിന്നെ അദ്ദേഹമല്ലേ മന്ത്രി. ഇത് മൂടി വയ്ക്കുകയും ചെയ്തല്ലോ. ഇത് മൂടി വയ്ക്കാൻ കൂട്ടുനിന്ന ആളല്ലേ? ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം മന്ത്രിയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്, ദേവസ്വം മന്ത്രിക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാം അറിയാം. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വിറ്റെന്ന്, ഞാനല്ല. സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുമോ? ഇത് ഗോൾഡിന്റെ വിലയല്ല, ഇത് ദ്വാരപാലക ശില്പമാണ്. അയ്യപ്പന്റെ എന്ന് പറഞ്ഞിട്ടാണ് വിറ്റിരിക്കുന്നത്. അത് പുള്ളിക്കറിയാം ആരാന്ന്. പുള്ളി പുറത്തു വിടട്ടെ. CPM അറിയാം ആരാണ് ഈ കോടീശ്വരൻ. പുറത്തു വിടട്ടെ. അതൊക്കെ വരുമെന്നേ.